കമ്മിറ്റിയുടെ അധ്യക്ഷൻ കരമന ജയൻ അടക്കമുള്ള നേതാക്കളുണ്ട്. വലിയൊരു പ്രവർത്തക പങ്കാളിത്ത മാർച്ച് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യത്തിൽ എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. വിവിധ സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും അവരുടെ ആറന്മുളയിലെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കുമൊക്കെ മാർച്ച് നടത്തിയിരുന്നു. മന്ത്രിയുടെ രാജിയാണ് ഏറ്റവും ശക്തമായി ഉയർന്നു വരുന്ന ഒരു കാര്യം. രണ്ട് മന്ത്രിമാർ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും വീണ ജോർജിന്റെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് നയിച്ചതെന്ന വിമർശനമാണ് രാജി ആവശ്യപ്പെട്ടാണ് സമരം. ഇപ്പോൾ പ്രവർത്തകർ ഇവിടേക്ക് ഈ ബാരിക്കേഡിനടുത്തേക്ക് പാഞ്ഞു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശക്തമായ പ്രതിഷേധം ഈ സമര ബാരിക്കേഡ് രണ്ട് ഭാഗത്തും ഉണ്ടാകുന്നു. രണ്ട് വശത്ത് രണ്ട് റോഡുകളും പോലീസ് ബാരിക്കേഡ് വച്ച് തടയുകയാണ്. പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ, അതിനെയൊക്കെ മറികടന്ന് മുന്നിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ നടത്തുന്നത്. അതിശക്തമായ പോലീസ് കാവലുണ്ട്, പോലീസ് സന്നാഹമുണ്ട്. മന്ത്രിയുടെ വീടിന് തൊട്ടടുത്താണ് ഈ മാർച്ച്, മാർച്ച് പോലീസ് തടയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ പ്രതിഷേധം നേരത്തെ പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളുണ്ട്. ഏതായാലും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട BJP പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ജലപീരങ്കി പ്രയോഗം ഉണ്ടായേക്കാം. ജലപീരങ്കി ഈ ബാരിക്കേഡിനടുത്തേക്ക് നീക്കുകയാണ് പോലീസ്. ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്ന ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ജലപീരങ്കി പ്രയോഗം. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ ഇടയില്ല. റോഡിന്റെ രണ്ട് ഭാഗവും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചു കഴിഞ്ഞു. ആ രണ്ട് ബാരിക്കേഡുകളും മറിച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമമുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിന് ശേഷവും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. അതിശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇനിയും പ്രതിഷേധങ്ങൾ ഇവിടേക്ക് കടന്നു വരാറുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്, RYFന്റെ പ്രതിഷേധമുണ്ട്. ഇന്നലെ യൂത്ത് ലീഗ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇവിടെ വീണ്ടും, ഇന്നലെ അവർ ഇവിടെ പ്രതിഷേധവുമായി എത്തിയതാണ്. ഇന്ന് വീണ്ടും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി യൂത്ത് ലീഗ് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അതിശക്തമായ സമര പരമ്പര മന്ത്രിയുടെ ഔദ്യോഗിക വസതി തെക്കാട് ഹൗസിന് മുന്നിൽ സമര പരമ്പര തന്നെ ഉണ്ടാകുന്നു. തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. കടുത്ത വിമർശനം മന്ത്രിക്കെതിരെ ഉയരുന്നു. മന്ത്രി വീണ ജോർജിന്റെ രാജി വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷ സംഘടനകൾ നൽകുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം ജലപീരങ്കി കൊണ്ട് പോലീസ് തടയുകയാണ്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. മന്ത്രിയുടെ രാജി എന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ CPM നിലപാട് പ്രഖ്യാപിക്കും. മന്ത്രി VM അടക്കമുള്ളവർ മന്ത്രിയെ സംരക്ഷിച്ച മന്ത്രിയെ ഫിറ്റ്നസ് രംഗത്തെത്തിയിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള വൈകിപ്പിക്കലും, മനഃപൂർവ്വമായ വൈകിക്കലും ഈ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരാകുകയാണ്. ബാരിക്കേഡ് മറിച്ചിട്ട ശക്തമായ ശ്രമം തുടരുന്നു. പോലീസ് പരമാവധി ശക്തി സംഭരിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറല്ല. ഒരു ഭാഗത്ത് പ്രവർത്തകർ പോലീസിന്റെ ഒരു ഭാഗത്ത് ജലപീരങ്കി പ്രയോഗമുണ്ട്, മറുഭാഗത്ത് പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനാകുന്നത്. പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നുണ്ട്. വനിതാ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി. കാരണം വനിതാ പോലീസുകാർ ആ ഭാഗത്ത് ഈ ബാരിക്കേഡിന്റെ മറുവശത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു സ്വാഭാവികമായും വനിതാ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശക്തമായ ബലപ്രയോഗം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. വളരെ പണിപ്പെട്ടാണ് പോലീസ് അത് പ്രതിരോധിക്കുന്നത്. വലിയൊരു സംഘം, വലിയൊരു നമ്പർ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തിയിൽ അവർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. ബാരിക്കേഡ് ഏത് സാഹചര്യത്തിലും അറിയാതെ നോക്കുന്നു പോലീസ്. പക്ഷേ അതിശക്തമായ പ്രതിഷേധമുണ്ട്, വലിയ ബലപ്രയോഗമുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. പോലീസ് വീണ്ടും വനിതാ പ്രവർത്തകർക്ക് നേരെ കൂടി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ മറിഞ്ഞു വീഴുന്നു എന്നതും കാണാനാകും. അതിശക്തമായി തന്നെ ജലപീരങ്കി പ്രയോഗം പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്നു. അതിശക്തമായ പ്രതിഷേധം, അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഉണ്ടാകുന്നു. ഇപ്പോൾ BJPയുടെ പ്രതിഷേധ മാർച്ചിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് നമ്മൾ കാണുന്നത്.
പോലീസിനെ മറികടന്ന് പോലീസ് ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനാണ് BJP ശ്രമം. പക്ഷേ ജലപീരങ്കി ഉപയോഗിച്ചും പോലീസിന്റെ സേനയെ ഉപയോഗിച്ചുകൊണ്ടും അത് തടയുകയാണ്. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ച് ശ്രമിക്കുകയാണ്. അഭിലാഷ്, വലിയ പ്രതിഷേധമാണ് തലസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് BJP പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു. അതേസമയം ബാരിക്കേഡുകൾ മറികടക്കുവാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെ തടയുവാൻ അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. 2 തവണ തുടരെ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ മറച്ചിടുവാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇന്ന് അല്പസമയത്തിനകം തന്നെ മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇതാ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു BJP പ്രവർത്തകർക്ക് നേരെ. പക്ഷേ പ്രവർത്തകർ പൂർണ്ണമായും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല. ബാരിക്കേഡുകൾ മറികടക്കുവാനുള്ള ശ്രമം ആണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ബാരിക്കേഡുകൾ മറിച്ചിടുവാനുള്ള ശ്രമം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അപ്പോഴും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധമാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഇന്നലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം, അതിൻ്റെ പ്രതിഫലനങ്ങൾ സംസ്ഥാനത്തുടനീളം പ്രകടമാകുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോഴിതാ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആണ് BJPയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം യുവജന സംഘടനകളുടെ മറ്റു പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.